രാജ്യസഭയിൽ നോട്ടുകെട്ട് കണ്ടെത്തിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭരണ പ്രതിപക്ഷ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് MP മനു അഭിഷേക് സിംഘ്വിയുടെ ഇരിപ്പിടത്തിന് സമീപത്തു നിന്നാണ് ഇന്നലെ നോട്ടുകൾ കണ്ടെത്തിയതെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻഖർ സഭയെ അറിയിച്ചു. അതേസമയം അന്വേഷണം ആരംഭിക്കും മുൻപ് തന്നെ കോൺഗ്രസ് സംഘത്തെ കുറ്റപ്പെടുത്തുന്നത് ഉചിതമല്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. താൻ 500 രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് കരുതാറുള്ളതെന്ന് മനു അഭിഷേക് സിംഘ്വിയും പ്രതികരിച്ചു. ആദ്യം ലോക്സഭാ ചെയർമാന്റെ പ്രതികരണം. I hereby inform that during the routine anti-sabotage check of the chamber after the adjournment of the House yesterday, apparently a wad of currency notes was recovered by the security officials from seat number 222 presently allotted to Shri Abhishek Manu Singhvi. The matter was brought to my notice and I felt it expedient as per practice and ordainment to ensure that investigation takes place in accordance with law and the same is underway. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും പ്രതിഷേധം. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് MPയുടെ സീറ്റിനരികിൽ നിന്ന് എത്ര രൂപയുടെ നോട്ടുകെട്ടാണ് എന്ന് ഇപ്പോൾ അറിയാനാകുന്നുണ്ടോ? സ്മൃതി, എത്ര രൂപയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ഒരു വസ്തുത. ഇന്നലെ വൈകിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഈ സുരക്ഷാ കാരണങ്ങൾ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ഈ വിധത്തിൽ സീറ്റ് നമ്പർ 222 സമീപത്ത് നിന്ന് ഈ നോട്ടുകെട്ടുകൾ കണ്ടെടുത്തത് എന്നാണ് സുവോമോട്ടോ സ്റ്റേറ്റ്മെൻ്റായിട്ട് രാജ്യസഭാ ചെയർമാൻ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണ പ്രതിപക്ഷ വാക്പോര് സഭയിൽ ഉണ്ടായത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെയും കോൺഗ്രസ് സംഘത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. തുടർന്നാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയത്തിൽ മുൻവിധിയോടുകൂടിയുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുന്നു, അത് ഉചിതമല്ല, നിലവിലുള്ള നടപടികളും ഒപ്പം ഈ അന്വേഷണം ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിലും അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ഉചിതമല്ല എന്ന കാര്യങ്ങളടക്കം വിശദീകരിച്ചു. ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോരിന് അത് കാരണമാവുകയും ചെയ്തു. സഭാ നടപടികളെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് അത് അവസാനിച്ചത്. ലോക്സഭയിലും സമാനമായിട്ടുള്ള സാഹചര്യം ഇന്ന് ഉണ്ടായി. ലോക്സഭയിൽ അദാനി അടക്കമുള്ള സമ്പൽ അടക്കമുള്ള വിഷയങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തില്ല എന്നുള്ളതും നിലവിലുള്ള സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. അങ്ങനെ രാജ്യസഭാ ലോക്സഭാ നടപടികൾ ഇന്നത്തേക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ലോക്സഭയിൽ നടക്കുമെന്ന് കരുതിയ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ഭേദഗതി ബില്ലും അതിന്റെ ഉപസംഹാര ചർച്ചയും കേരളവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തൽക്കാലം ഇന്നുണ്ടാകുന്നില്ല എന്നുള്ളതും ഇതിന്റെ അനുബന്ധമായിട്ട് ഉള്ള ഒരു വസ്തുതയാണ്. ശരി, നോട്ടുകെട്ടിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. തന്റെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് മനു അഭിഷേക് സിംഘ്വി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിനൊരു അന്വേഷണം നടക്കുകയാണ്.